ഹലോ വെൽക്കം ഡിവൈൻ ടാരോട്ട് മലയാളം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് കറൻറ്റ് സിറ്റുവേഷനും അതേപോലെ നിങ്ങളുടെ ഫ്യൂച്ചറും എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് 2 സ്റ്റോൺസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 2 സ്റ്റോണിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സ്റ്റോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നു ആ ഒരു സമയം തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ആക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്നാമത്തത് നമ്മുടെ യെല്ലോ സ്റ്റോൺ ആണ്, രണ്ടാമത്തത് പിങ്ക് ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 ആയിട്ടുള്ള യെല്ലോ സ്റ്റോണിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഗ്രൂപ്പ് നമ്പർ 2 യെല്ലോ സെലക്ട് ചെയ്തവർക്ക് ഇത്രയും കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. ആ ഒരു ആഗ്രഹം നടത്താനായിട്ട് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നിങ്ങൾക്ക് അധികം എക്സ്പെക്റ്റേഷൻസ് മറ്റുള്ളവരോട് നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ വലുതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം അടുത്തുണ്ട്, പക്ഷേ ഫീലിങ്സ് ഒക്കെ ഹാഫായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. സന്തോഷിക്കണം എന്നുണ്ട്, പക്ഷേ സന്തോഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആ ഒരു ആഗ്രഹത്തിനോട് അല്ലെങ്കിൽ ആഗ്രഹം നടക്കാനുള്ള തീവ്രമായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെരി സ്ലോ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും മെച്യൂരിറ്റിയൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ക്ഷമ പഠിപ്പിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു നല്ല സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരിക്കലും ഹറി ചെയ്യരുത്, ധൃതി പിടിക്കാനായിട്ട് പാടില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു ധൃതി നമുക്ക് പാടില്ല. ഓക്കെ, നിങ്ങൾ സമയം ആ ഒരു എനിക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിവിടെ 6 ഓഫ് കപ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ കൂടുതൽ ആളുകളും പഴയ ഒരു റിലേഷൻ, ആ ഒരു മെമ്മറീസ്, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ നല്ല നല്ല മെമ്മറീസിനെ കുറിച്ചൊക്കെ ഇപ്പം നിങ്ങൾ കൂടുതലായിട്ടും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് റീകണക്റ്റ് ആവുന്നുണ്ട് നിങ്ങൾക്ക്. അതേപോലെ ചില ആളുകൾ ഇന്നർ ചൈൽഡിലേക്ക്, ആ ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. അതായത് പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളെ വിട്ടുപോയിട്ടില്ല. അതേപോലെ തന്നെ ഡെത്ത് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫിലും ഒരു വേദനകരമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ടാകും, കടന്നു പോകും, ഇനി പോകാത്തവരാണെന്നുണ്ടെങ്കിൽ കൂടെ. അങ്ങനെ കടന്നു പോയിട്ടുള്ളവരിൽ ആ ഒരു കാര്യം എൻഡാകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഡെത്ത് കാർഡ് ഒരിക്കലും ഫിസിക്കൽ ഡെത്ത് അല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എൻഡാകുന്നു. ആ ഒരു സെയിം പാറ്റേൺ, സെയിം പെയിൻ, സെയിം സൈക്കിൾ റിപ്പീറ്റഡ് ആയിട്ട് ഇനി വരില്ല. അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡാവുന്ന ആ ഒരു ഓൾഡ് വേർഷൻ എൻഡായിട്ട് ന്യൂ ആയിട്ടുള്ളൊരു ബിഗിനിങ് ഉണ്ടാവുന്നു. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി, റിലേഷൻഷിപ്പ് സ്റ്റേബിലിറ്റി, പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പെയിൻഫുൾ നിറഞ്ഞിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ക്ലാരിറ്റിയോട് കൂടിയും ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ കൂടുതലായിട്ടും സ്ട്രോങ് ആയിട്ട് വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യം നിങ്ങളെ എത്തിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഇതേപോലെ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അതിൽ കൂടുതലായിട്ടും കണക്റ്റ് ആക്കാനായിട്ട് പറ്റുന്നത് അട്രാക്ഷനുണ്ട്, പാഷനുണ്ട്, പക്ഷേ സ്റ്റേബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട്. അതേപോലെ കൂടുതലായിട്ടും കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഇന്ന് ചൂടാകുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നാളെ തണുക്കുന്ന ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു മെസ്സേജസ് നിങ്ങൾക്കുണ്ടാവും, പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആവുന്ന ഒരവസ്ഥ. അതായത് ഫീലിങ്സ് ഒക്കെ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സിൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാർമിക് റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന വ്യക്തികളായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് വലിയൊരു റിയലൈസേഷൻ ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും കാർമിക് റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അതൊരിക്കലും ചിലപ്പോൾ സെക്കൻഡ് ചാൻസ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പേഴ്സണിലേക്ക് നമ്മൾ
ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ട്രൂത്ത്, ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഒരു ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫൈനലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതിലൂടെ നിങ്ങൾക്കൊരു റിയലൈസേഷൻ ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതിലൂടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് ന്യൂ ആയിട്ടുള്ള ഒരു പേഴ്സണെ സെലക്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലെസൺ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആ കറൻറ്റ് സിറ്റുവേഷനൊക്കെ മാറുന്നൊരവസ്ഥ ഉണ്ടാകും. ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്, പീസ്, കോൺഫിഡൻസ്, സ്ട്രെസ്സ്, ആൻസൈറ്റി, കൺഫ്യൂഷൻ എല്ലാം ക്ലിയർ ആകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരും. നിങ്ങൾ ഫേക്കായിട്ടുള്ളൊരു സ്മൈലാണ് കാണിക്കുന്നതെങ്കിലും അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്മൈലിലേക്ക് മാറുമെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, പീസ്ഫുള്ളായിട്ടുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാകും. ഫിനാൻഷ്യലി, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുള്ളൊരു വ്യക്തികളാണെന്നുള്ളത്. ആ ഒരു ആഗ്രഹം നടക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും വേദനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെ ചില ആളുകളെങ്കിലും കടന്നു പോയിട്ടുണ്ടാകും. ഇനി ചില ആൾക്കാർ കടന്നു പോകാനുണ്ടാകും. അത് എല്ലാവരുടെ ലൈഫിലും അങ്ങനെയൊരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നല്ലത് വരുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു പുഷപ്പാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന് നമുക്ക് തരുന്നൊരു പുഷപ്പ് മാത്രമാണ്. ഒരിക്കലും അതൊരു എൻഡിങ് അല്ല. നമ്മുടെ ലൈഫിലുള്ള തോൽവികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസാനവുമല്ല. ജീവിതത്തിലെ വിജയങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും തുടക്കവുമല്ല. അപ്പം ഇതെല്ലാം ലൈഫിൽ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് നോക്കാം. പണം ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസിലെ പണം ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും നിങ്ങൾ കൺട്രോൾ ചെയ്ത് കയ്യിൽ വയ്ക്കുക. അതേപോലെ ശാന്തമായിട്ടിരിക്കുക. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ദേഷ്യം, സങ്കടം, കൺഫ്യൂഷൻ, മെച്യൂരിറ്റി ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടി ഇരിക്കുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 യെല്ലോ സ്റ്റോൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഇത്രയുമാണ്. ആർക്കെങ്കിലും റെസണേറ്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. അതേപോലെ ന്യൂ ആയിട്ടുള്ളൊരു ബിഗിനിങ് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. അതിനുവേണ്ടി ക്ഷമയോടുകൂടെ കാത്തിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റോൺ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. സെക്കൻഡ് സ്റ്റോൺ പിങ്ക് ആയിരുന്നു. ഗ്രൂപ്പ് നമ്പർ 2 പിങ്ക് കാർഡ് സെലക്ട് ചെയ്തവരുടെ കാർഡ്സാണ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു ടൈംലെസ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള റീഡിംഗ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ തൊട്ട് കാണുന്നവോ ആ ഒരു സമയം തൊട്ടായിരിക്കും ഇത് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നത്. അതേപോലെ ഈ ഒരു വീഡിയോ റീഡിംഗ് നടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക. ഗ്രൂപ്പ് നമ്പർ 2 പിങ്ക് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു. അതേപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഞാൻ ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളെല്ലാം അടക്കി പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് പേടിയുള്ള ഒരവസ്ഥ. ഇത് കൂടുതലും റിലേഷൻഷിപ്പിലാണ് കണക്റ്റ് ആവുന്നത്. നിങ്ങളൊരു പേഴ്സണെ വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നിങ്ങളുടെ മണി ആയിക്കോട്ടെ, പൈസ ഒരുപാട് പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ചിലവാക്കാൻ പേടിയുള്ളൊരവസ്ഥയായിട്ട് കാണിക്കുന്നു. അങ്ങനെ കയ്യിലുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്കിവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഓൾഡ് ആയിട്ടുള്ളൊരു ബന്ധം, സിറ്റുവേഷൻ, പാറ്റേൺ, അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചസ്. ഇതിൽ നിന്നൊരു ചേഞ്ചസ് എന്ന് പറയുമ്പം അത് വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പെയിൻഫുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് പാടില്ല.
വെയിറ്റ് ചെയ്യുക. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഡെസിഷൻ എടുക്കാനായിട്ട് നോക്കുക. ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുപോലെ, ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ ഭയങ്കരമായിട്ടും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ഹെൽപ്പൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഇമോഷണലി മെൻ്റലി ഭയങ്കരമായിട്ടും ടയേർഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള പല ആളുകളും, നിങ്ങളെ സ്നേഹിക്കുന്ന പല ആളുകളും നിങ്ങൾക്ക് ഒരു സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ കൂടെ നമ്മൾ പരിഗണിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ നമുക്കിവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് പുതിയൊരു ചേഞ്ചസ്, അതേപോലെ ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മാറി നിങ്ങൾക്കൊരു ചേഞ്ചസ്, പുതിയ മൈൻഡ് സെറ്റൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു റീസ്റ്റാർട്ട് എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഫീലിങ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വൺ സൈഡ് ആയിട്ടല്ല, 2 പേരും കൂടെ. അതുപോലെ ജെനുവൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പഴയതിനേക്കാളും ഒന്നുകൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്ന ഒരവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെന്ന പേഴ്സണാലിറ്റി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ ആരും വരില്ല എന്നുള്ളൊരു റിയലൈസേഷനിൽ നിന്നും നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കാനായിട്ട് നോക്കും. അങ്ങനെ ഒരു ഡെസിഷനിൽ നിന്നും ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ മെൻ്റൽ ക്ലാരിറ്റി, ഒരു മെൻ്റൽ ഹീലിംഗ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പഴയ അവസ്ഥ മാറി നിങ്ങൾ ന്യൂ ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെയിൻഫുള്ളിൽ നിന്നും കാൽമിലേക്ക് മൂവ് ചെയ്യുന്ന ഒരവസ്ഥ. ഓക്കെ, ഒരു ന്യൂ ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും പറ്റുന്നൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അതേപോലെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായതുപോലെ കാണുന്നുണ്ട്. ഈഗോ, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഇമോഷണൽ സ്റ്റേജ് മാറി ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫാക്ഷനിലേക്ക് വരുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. സത്യം പുറത്ത് വരും. ക്ലാരിറ്റി, ഹാപ്പിനെസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഡാർക്കായിട്ടുള്ളൊരു സൈഡ് മാറി നിങ്ങൾക്ക് എൻഡിങ്ങിൽ ഹാപ്പി ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ല സമയത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ സിറ്റുവേഷൻസ്, ഇതിനൊക്കെ നിങ്ങൾ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിന് തരാനുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് സോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങൾ ഒരു ബൗണ്ടറി നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എല്ലാം എല്ലാവരുടെ അടുത്തും തുറന്ന് പറയേണ്ട ആവശ്യമില്ല. അതേപോലെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ചില ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇമോഷൻസ് വിട്ട് ഡിസിഷൻ എടുക്കേണ്ട സമയമാണെന്ന് കാണിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 പിങ്ക് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആർക്കെങ്കിലും റെസണേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബിലോ.